സാംസ്കാരിക കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ നിറസാന്നിധ്യമായി പ്രോജ്വലിച്ചു നിൽക്കുന്ന ശക്തമായ മേൽവിലാസമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. 3 പതിറ്റാണ്ടിന്റെ സേവന മികവോടെ 33ാം വാർഷികത്തിലേക്ക് പ്രയാണപാതമൂന്നുന്ന മർക്കസിന്റെ ചരിത്രം എക്കാലത്തും ധന്യമാർന്ന അധ്യായങ്ങളാണ്. സമകാലിക ലോകത്തിന്റെ ചിന്താപഥങ്ങളിൽ അവബോധത്തിന്റെ ഉത്തമ മൂല്യങ്ങൾ അറിവനുഭവങ്ങളായി പകർന്നു നൽകിയാണ് മർക്കസ് അതിന്റെ ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമവിശുദ്ധിയുടെ സംശുദ്ധിയിൽ നിന്നും ഉയർക്കൊണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ദൈക്ഷണിക വിചാരങ്ങളിൽ ചിറകടിച്ചുയർന്ന ഒരാശയത്തിന്റെ പ്രതിഫലനമിന്ന് സമുന്നതവും വിപുലവുമായ വിജ്ഞാന സമന്വയ നികേതമായി തല ഉയർത്തി നിൽക്കുന്നു. സാംസ്കാരിക ലോകത്തിന്റെ വിളനിലവും ചരിത്രാനുഭവങ്ങളുടെ ബൃഹത് പ്രപഞ്ചത്തിൽ ദൃശ്യവിസ്മയത്തിന്റെ ചിരന്തന ചിത്രവുമാണിന്ന് മർക്കസ്. 1978 വിശ്വോത്തര പണ്ഡിതൻ മർഹൂം സയ്യിദ് അലവി മാലിക്കിയുടെ അനുഗ്രഹീത കരങ്ങളാണ് ഇന്ന് വൈജ്ഞാനിക ലോകം നമിക്കുന്ന ഈ വിശ്വവിദ്യാലയത്തിന് ശിലപാകിയത്. സാംസ്കാരിക സമൃദ്ധിയുടെ വിളനിലവും രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ചാലകശക്തിയുമായി വർത്തിക്കുന്ന മർക്കസ് ഇന്ന് എല്ലാ നിലയിലും എല്ലാ അർത്ഥത്തിലും ലോകതലത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്നു. കർമ്മകുശലതയുടെ കരുത്തുറ്റ അധ്യായങ്ങൾ അനർഘമായ കാഴ്ച സന്ദേശമായി കാലചുമരുകൾക്കുമീതെ രേഖപ്പെടുത്തുന്ന മർക്കസിന്റെ വളർച്ചാ വികാസത്തിന്റെ സൂത്രധാരനും ജീവനാഡിയും AP എന്ന ദ്വയാക്ഷരത്തിന്റെ പിന്നിലൊളിഞ്ഞിരിക്കുന്ന കാന്തപുരമെന്ന മഹാമനീഷിയാണ്. മർക്കസ് അടയാളപ്പെടുത്തിയ രേഖീയ ചിത്രങ്ങൾ സ്ഥാപനങ്ങളായി കാരുണ്യപ്രവർത്തനങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു. മർക്കസ് വരയ്ക്കുന്ന ഭൂപടം മാനവികതയുടേതാണ്. സ്നേഹസൗഹാർദ്ദത്തിന്റെ നിറക്കൂട്ടുകൾ വർണ്ണവിസ്മയങ്ങളായി പ്രകാശം പൊഴിക്കുന്ന ഈ വിദ്യാനികേതത്തിലേക്ക് കടന്നുവന്ന സ്വാത്വിക ഹൃദയങ്ങൾ, സാംസ്കാരിക നായകർ, രാഷ്ട്രനേതാക്കൾ, രാഷ്ട്രീയ മുഖങ്ങൾ എല്ലാമെല്ലാം നിരവധിയാണ്. ഭാരതത്തിന്റെ വൈജാത്യങ്ങളെയും വൈവിധ്യങ്ങളെയും ദേശീയോദ്ഗ്രഥനത്തെയും ഇസ്ലാമിക ബഹുസ്വരതയുടെ അളവുകോലിലൂടെ നോക്കിക്കാണാനും നാനാത്വത്തിൽ ഏകത്വമെന്ന സങ്കല്പത്തെ ആദരിക്കാനും മർക്കസിനായിട്ടുണ്ട്. കാന്തപുരമെന്ന ആദരണീയനായ പണ്ഡിത പ്രവരൻ ഒരു മഹാജനപദത്തെ വഴി നടത്തിയത് സമകാലിക ലോകത്തിന്റെ നേർപാതകളിലേക്കും നേരറിവുകളിലേക്കുമായിരുന്നു. ആ ദൈക്ഷണിക സഞ്ചാരത്തിന്റെ പ്രതിഫലനമായി മർക്കസ് അതിന്റെ ചിറകുകൾ ലോകത്തിന്റെ മേൽ വിരിക്കുന്നു, പുതിയൊരു ലോകത്തിന്റെ വീണ്ടെടുപ്പിനുള്ള സന്ദേശമായി. സമ്മേളന നഗരിയിലെ ഇന്നത്തെ ദൃശ്യങ്ങളിലൂടെ ഇസ്ലാമിക സാഹിത്യരംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിനു പുറമെ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ TV ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക badarpublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 049527234339 9249946233 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. صدق الله مولانا العظيم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഖാഫികൾ, മറ്റ് പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, പരിപാടികളുള്ള വിപുലമായ നമ്മുടെ സമ്മേളനത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം ചെയ്തു തന്നിട്ടുള്ളതിൽ നാം അല്ലാഹുവിനെ സ്തുതിക്കുക. നീട്ടിയിപ്പോൾ സംസാരിക്കുന്നില്ല. സഹീഹുൽ ബുഖാരിയിൽ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസ് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മാ
ബഅസ അല്ലാഹു മിൻ നബിയ്യിൻ വലസ്തുഖ്ലിഫ മിൻ ഖലീഫത്തിൻ ഇല്ലാ കാനത് ലഹു ബിതാനതാനി ബിതാനത്തുൻ തഅ്മുറുഹു ബിൽ മഅറൂഫി വതഹുല്ലുഹു അലൈഹി വബിതാനത്തുൻ തഅ്മുറുഹു ബിശ്ശർരി വതഹുല്ലുഹു അലൈഹി ഫൽ മഅ്സൂമു മൻ അസമഹുല്ലാഹ്. ഏത് നബിക്കും, അമ്പിയാക്കളുടെ അനന്തരക്കാരാണല്ലോ പണ്ഡിതന്മാർ, ഏതൊരു നബിക്കും ഏതൊരു അധികാരം നൽകപ്പെടുന്ന വ്യക്തികൾക്കും കള്ളിക്കാരായി രണ്ട് വിഭാഗം ഉണ്ടായിരിക്കും. ഒരു വിഭാഗം നല്ലതിന് പ്രേരണ നൽകുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുന്നവരായിരിക്കും. മറ്റൊരു വിഭാഗം നാശത്തിന് പ്രേരണ നൽകുന്നവരും നിർദ്ദേശം നൽകുന്നവരുമായിരിക്കും. ഫൽ മഅ്സൂമു മൻ അസമല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ആർക്കാണോ ലഭിച്ചത് അവർ നാശത്തിൽ നിന്ന് വിമുക്തരാവുകയും നല്ലതിൻ്റെ പ്രചാരകരും പ്രവർത്തകരാവുകയും ചെയ്യും. ഈ ബോധം നമ്മുടെ പ്രവർത്തന രംഗത്ത് നമ്മെ നിയന്ത്രിക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂനൂ റബ്ബാനിയീന എന്ന ആലു ഇമ്രാനിലെ 79-ാം ആയത്തിൽ നമ്മളെ പഠിപ്പിച്ച ഹുലമാ ഫുഖഹാ അർ-റബ്ബാനിയുല്ലദീ യുറബ്ബിന്നാസ ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി എന്ന് പറഞ്ഞ തത്വം ഓർമ്മിച്ചുകൊണ്ട് നാം ഹിക്മത്തോടുകൂടി ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും സമൂഹത്തെ നേർവഴിയിൽ നടത്തേണ്ടതുമുണ്ടെന്ന് മാത്രം ഈ സമയത്തുണർത്തി, നമ്മുടെ വേദിയിൽ അനാരോഗ്യം വളരെ വിഷമമുണ്ടെങ്കിലും നമ്മോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെയും നമ്മളോടുള്ള അങ്ങേയറ്റത്തെ അലിവിൻ്റെയും പേരിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അലനല്ലൂർ അബ്ദുള്ള ഉസ്താദ്, അതുപോലെ നമ്മുടെ സമസ്ത മുശാവറ അംഗം ഹൈദറുസ് ഉസ്താദ് തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കും ഞാൻ പ്രത്യേകം സ്വാഗതം പറയുന്നു. അല്ലാഹു അവർക്കും നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പണ്ഡിതന്മാരെന്ന നിലക്ക് നമ്മുടെ എല്ലാ ബാധ്യതകളും നിറവേറ്റാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സജ്ജനങ്ങളുടെയും ശാപത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും ഒഴിവാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലാ തനാസഉ ഫതഫ്സലു വതദ്ഹബ റീഹുക്കും എന്ന ഈ പരിശുദ്ധ ആയത്ത് ഓതിയും കൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. പഴയ തലമുറ ആലിമീങ്ങൾ എപ്പോൾ നാം ഒഴിവ് സമയത്ത് കണ്ടാലും അവർ കിതാബിലായിരിക്കും അവരെ കാണാം. കിതാബിൻ്റെ മുത്താലി അവർക്കുണ്ടാകും. റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ വണ്ടി വരാൻ വേണ്ടി ടൈം ഉണ്ടായാൽ അപ്പോൾ അവർ കിതാബ് നോക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയില്ലേ, ഇൽമ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു നിലനിൽപ്പ് നമുക്കുണ്ടാവുകയില്ലാണ് യാഥാർത്ഥ്യം. എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ടത്തെ പോലെ ആലിമീങ്ങളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനും ഇൽമ് നിലനിർത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാം നെടുമുറാകട്ടെ എന്ന് വാക്കം പറഞ്ഞുകൊടുக்கலாம். ദ്വാരക്ക മുസീയത്തിൽ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ച് വഷളായി. പലിശയുമായി ബന്ധമില്ലാത്ത ആളുകൾ ഇന്ന് ലോകത്ത് കുറഞ്ഞു. റിയൽ എസ്റ്റേറ്റും മറ്റ് എസ്റ്റേറ്റും പല രീതിയിലായിക്കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്താണ് അതിൻ്റെ ഒക്കെ ഭവിഷ്യത്ത്? ഖിറാൽ എന്ന് ഏതോ ഒരു കിതാബിൽ എവിടെ ഒരു പദം ഉള്ളതുകൊണ്ട് ലോകത്തുള്ള പലിശ മുഴുവനും ഖിറാലിൻ്റെ വരവിൽ ചേർക്കുകയാണ്. നാം അനങ്ങിയില്ലെങ്കിൽ കാര്യം ഗുരുതരമാ. പണ്ഡിതന്മാരുടെ ബാധ്യതയിൽ പ്രധാനപ്പെട്ടൊരു ബാധ്യത തന്നെയാണെന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരുപാട് ബാധ്യതകൾ പണ്ഡിതന്മാർക്കുണ്ട്. കിതാബ് പഠിച്ച, ഗഹനമായി ചിന്തിച്ച് മനസ്സിലാക്കി, ഫത്വകൾ നൽകി, ആവശ്യമായ മസലകൾക്ക് മുഴുവനും മറുപടി പറയുന്ന നല്ലൊരു വിഭാഗം നിലനിൽക്കുന്നതോടുകൂടെ തന്നെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന സംഘം, വിഭാഗം പണ്ഡിതന്മാരിലുണ്ടാകണം. പണ്ഡിതന്മാർക്ക് അത് കൃത്യമായി വരച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. മറിച്ച ജാഹിലീങ്ങളായിരിക്കുന്ന ആളുകളാണ് രംഗത്ത് വന്ന് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നെങ്കിൽ പെടുക്കും. ഒരു സംശയമില്ല. ആ വിഷയത്തിലൊക്കെ അബദ്ധങ്ങൾ ധാരാളം നമുക്ക് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പടർന്നൊരു മേഖല. ഒറ്റ കാര്യം പറഞ്ഞത്, മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും മുജ്തഹിദുകളാണ്. അപൂർവം ചില ആളുകൾ മാറ്റിവെച്ചാൽ ആലിമീങ്ങളാണെന്നതിൽ യാതൊരു സംശയവുമില്ല.
പക്ഷേ പ്രവർത്തനങ്ങൾ മഹാനായ പ്രവാചകൻ അവരിൽ വീതിച്ചു. പ്രവർത്തനങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനെ ഓരോ വിഭാഗത്തിനെയും അല്ലാഹുവിന്റെ റസൂൽ മാറ്റി നിർത്തി. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ സമുദായം ഇത്രയും വളർന്നു പന്തലിച്ചിട്ടുള്ളത്. അത് ഇന്നും അനിവാര്യമാണ്, ആവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാ. ഇല്ലെങ്കിൽ ഈ സമുദായം നശിക്കും. പണ്ഡിതന്മാർ നേതൃത്വം നൽകാത്ത കാലത്തോളം ഈ സമൂഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ രംഗത്തും പണ്ഡിതന്മാർ കടന്നു വന്ന് പ്രവർത്തിക്കണം. അപ്പോഴേ ഇസ്ലാമിൻ്റെ തനതായ രൂപം ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. മർക്കസിൻ്റെ 33 വർഷത്തെ പ്രവർത്തനം വളരെ പ്രധാനമായി 3 കാര്യമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഒന്നാമതായി മത, ഭൗതിക, സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസ രീതി വളരെ ഉയർന്ന പ്രശസ്തമായ നിലയിൽ നടത്തുകയും അതുവഴി ഇവിടെ വിദ്യാഭ്യാസമുള്ള ആയിരക്കണക്കിന് ആളുകളെ വാർത്തെടുക്കാൻ കഴിയുകയും ചെയ്തു. രണ്ടാമതായി മർക്കസ് നേടിയെടുത്ത മറ്റൊരു നേട്ടം മർക്കസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ഇസ്ലാം മാത്രം പഠിപ്പിക്കുന്ന ശരീഅത്ത് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ സ്ഥാപനങ്ങളിലും വിവിധ മതത്തിൽപ്പെട്ടവർക്കും മതമില്ലാത്തവർക്കും പ്രവേശനം നൽകി അവരോട് ഫീസ് വാങ്ങാതെ സൗജന്യമായി ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കി ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് അവർക്കും പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക വഴി മതസൗഹാർദ്ദത്തിനും മതമൈത്രിക്കും വലിയ ഒരളവോളം ഈ മർക്കസിന് പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. മൂന്നാമതായി പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന അതിമഹത്തായ ഗുണം അത് ലോകം മുഴുക്കെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർജിയുടെ ഭരണപരിധിയിൽ അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്ക് പ്രധാനമന്ത്രി അടക്കം ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും എല്ലാവരും സ്വീകരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ അനിവാര്യമായത് അനുവദിച്ചു കിട്ടുന്നതിനും അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്നതിനും എല്ലാം ശുപാർശ ചെയ്യണമെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ മഹാരാഷ്ട്ര ഗവർണർ ശ്രീ ശങ്കരനാരായണൻ ജി അവർകളെ ഞാൻ അവർക്ക് കൃതജ്ഞത അറിയിക്കുകയും സന്തോഷമറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. മർക്കസ് സയൻസ് സെൻ്ററിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാന്യരായ ഹിസ് എക്സലൻസി ഗവർണർ നമ്മോട് സംസാരിക്കും.
കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ്, വേദിയിലിരിക്കുന്ന അബൂബക്കർ മുസ്ലിയാർ, സി മുഹമ്മദ് ഫാസി, അബ്ദുറഹിമാൻ സഖാഫി ആൻഡ് കാർണിക്, ഡോക്ടർ, സഹോദരന്മാരെ, ഞാൻ വളരെ നിഷ്കളങ്കമായ നിറഞ്ഞ മനസ്സോടും അഭിമാനത്തോടും ആദരവോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ടാണ്. അതിശയോക്തിയുടെ കണിക കലരാതെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ 110 കോടി ജനങ്ങളുണ്ട്. 110 കോടി. ചൈന കഴിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആരെങ്കിലും 33 വർഷക്കാലം കൊണ്ട് ഇത്ര യുവത്വം തുളുമ്പി നിറഞ്ഞ് പതഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഉസ്താദിനല്ലാതെ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? ആർക്കാ സാധിച്ചിട്ടുള്ളത്? ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇപ്പോൾ 10 നിമിഷം മുമ്പ് ഞാൻ അറിഞ്ഞു. അദ്ദേഹം ഇവിടെ ഇരുന്ന് ഇങ്ങനെ 4 പുറം നോക്കി. അദ്ദേഹം ഒരാളെ വിളിച്ചു പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ഒരാളെ വിളിച്ച് ഇങ്ങോട്ടിരുത്ത് എന്ന്. എൻ്റെ പടച്ചോൻ, ഇതാരെ കൊണ്ടാ സാധിക്കുക? അതല്ലേ ലീഡർഷിപ്പ്? അദ്ദേഹത്തിന് 33 വർഷക്കാലം കൊണ്ട് ഇത് വളർത്തിയെടുക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കാന്തദശിത്വമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ വളർന്ന് വികസിച്ച് പന്തലിച്ച് പുഷ്പിച്ചു നിൽക്കുന്നു. കാണാൻ തന്നെ എന്തൊരു അതിശയമാണ്. പല സ്ഥാപനങ്ങളിലും നമുക്ക് പോയാൽ അവിടെ കുറേ കുപ്പ, ഇവിടെ കുറേ കുപ്പ, അവിടെ കുറേ അലവലാദികൾ, ഇവിടെ കുറേ അലവലാദികൾ. ഇത് സ്പിക്ക് ആൻഡ് സ്പാൻ. എന്തൊരു വൃത്തി, എന്തൊരു ഐശ്വര്യം, എന്തൊരു ഡിസിപ്ലിൻ. ഞാനിപ്പോൾ 19 യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് മഹാരാഷ്ട്രയിൽ. 9000-ത്തിലധികം കോളേജുകളുണ്ട്. അത് കൊണ്ടു നടക്കാനുള്ള പ്രസവവേദന എനിക്കല്ലേ അറിയുള്ളൂ. അതും മഹാരാഷ്ട്രയിൽ. ഇദ്ദേഹം അവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കുറച്ചു നേരം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവിടെയുമുണ്ട് ഇവിടെ കാണുന്ന അത്ര അദ്ദേഹത്തിന് ആരാധകർ. മഹാരാഷ്ട്രയിലും AP ഉസ്താദ് സത്യം പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസ വിചക്ഷണമാണ്, വലിയ എഞ്ചിനീയറുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടിടങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കാൻ, ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കും. എന്തൊരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റേത് അവിടെ ഒരു കോണ്, ഇവിടെ ഒരു കോണ്, അവിടെ ഒരു മൂത്രശാല, ഇവിടെ ഒരു ഭക്ഷണശാല, മൂത്രശാലയ്ക്ക് തൊട്ട് ഭക്ഷണശാല, ഭക്ഷണശാലയ്ക്ക് തൊട്ട് ഇതൊന്നും ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് എന്തൊരു ഉൾക്കാഴ്ച, എന്തൊരു വിശാലമായ ഉൾക്കാഴ്ച. ഞാൻ ഇതിൻ്റെ ഇടയിൽ മഹാരാഷ്ട്രയിൽ ഒരു ലേഖനം വായിച്ചപ്പോൾ, ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ലേഖനം വായിച്ചപ്പോൾ, ഈ ഇരിക്കുന്ന കാന്തപുരം, നമ്മളുടെ ബഹുമാന്യനായ കാന്തപുരം, ഇത്ര വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാന്തപുരം കാശ്മീരിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെയുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാശ്മീരിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്?
He is the only person outside Kashmir. He is the only leader outside Kashmir. കാശ്മീരിലെ കുട്ടികൾ ഇവിടെയും പഠിക്കുന്നു. മതേതരത്വം എന്ന് പറഞ്ഞാൽ പോരാ, അത് നടപ്പാക്കാൻ സാധിക്കണം. പഞ്ചസാര എന്ന് കടലാസിൽ എഴുതിയിട്ട് നക്കിയാലൊന്നും മതിരിക്കില്ല കൂട്ടരെ, അത് ചെയ്താൽ തന്നെ മതിരിക്കൂ. എല്ലാവരും ഈ രാജ്യത്ത് ഡയബറ്റീസ് ഉള്ളവരൊന്നുമല്ലല്ലോ, എന്നാൽ എല്ലാവരും ഈ രാജ്യത്ത് തീവ്രവാദികളുമല്ല. ഈ തീവ്രവാദം എന്നൊക്കെ പറയുന്നത് ഒരു സുഖക്കേടാണ്. ഇറ്റ് ഈസ് മോർ ദാൻ ക്യാൻസർ. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് അവരോട് ചോദിച്ചാൽ തന്നെ അവർക്ക് നിശ്ചയില്ല. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ കുട്ടികളെ ആ കുണ്ടാമുണ്ടി പോയി പെട്ട് ഒടുക്കം കാലം ജയിലിലായി. അവർക്ക് നിശ്ചയില്ല എന്തിനാ ഇത് ചെയ്ത് എന്ന്. അതിൻ്റെ പിന്നിലുള്ള പ്രേരണ ശക്തികൾക്കാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കേണ്ടത്. സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറക്കല്ലോ. സയൻസ് പഠിക്കാൻ ഇന്ത്യ രാജ്യത്ത് കുട്ടികൾക്ക് 4 ദിവസം മുമ്പ് ഞാൻ ഇൻഫോസിസിൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ സയൻസ് പഠിക്കാൻ കുട്ടികൾക്ക് സൗകര്യം കുറവാണ്. സയൻസിലൊക്കെ PhD വളരെ കുറവാണ്. അതിനുള്ള സൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ ഉസ്താദും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനവും അദ്ദേഹം വളർത്തിയെടുത്ത ജനങ്ങളും കൊണ്ട് മാത്രമല്ലേ ഈ പ്രദേശം വളർന്ന് വികസിച്ച് പന്തലിച്ച് പുഷ്പിച്ച് ലോകത്ത് അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയത്. അല്ലെങ്കിൽ ഇവിടെ കാക്കയും പൂച്ചയും കരഞ്ഞു നടക്കില്ലേ? ഇപ്പൊ അതാണോ? ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തികൾ ഇവിടെ വന്നു. എന്താ കാരണം? ഈ സ്ഥാപനം, ഈ വിദ്യാഭ്യാസ സ്ഥാപനം, ഈ സാമൂഹ്യ സംഘടന, അതിൻ്റെ നേതൃത്വം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ വിധത്തിലുള്ള സ്ഥാപനങ്ങളോടും അതിൻ്റെ നേതാക്കന്മാരോടും അതിൻ്റെ ആചാര്യന്മാരോടും അത് നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമിച്ചവരുടെ നാശമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ മനുഷ്യർ പരസ്പരം വെട്ടിക്കൊല്ലുന്നൊരു കാലഘട്ടത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പ്രദാനം ചെയ്യാൻ ഈ സദസ്സിന് സാധിച്ചു എന്നുള്ളത് തികച്ചും സന്തോഷപ്രദമായിട്ടൊരു കാര്യമാണ്. ഇനിയും എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇന്നിവിടെ ഒരു സയൻസ് സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് അവസരമുണ്ടായതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭൂതപൂർവമായ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ബയോടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, നാനോ ടെക്നോളജി തുടങ്ങിയ ശാസ്ത്രശാഖകൾ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യകളെയും മനുഷ്യ നന്മക്ക് എപ്രകാരം പ്രയോജനപ്പെടുത്തണം എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത്തരമൊരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ മർക്കസ് പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ശാസ്ത്ര കേന്ദ്രങ്ങൾക്ക് കഴിയും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू. Honorable His Excellency Shri Shankar Narayan Sahab, Allahumma Hazrat Sheikh Abu Bakr Sahab, Dr. Abdul Hakim Azhari Sahab, डायस पर मौजूद तमाम मौज़ीज़ उलमा इकराम, मौज़ीज़ हज़रात, मेरे मोहतरम बुजुर्गों और दोस्तों, I take this opportunity to once again thank
Dr. Abdul Hakim Azhari, and Allama Sheikh Abu Bakr Sahab, who have invited me for this next consecutive second year to attend your annual gathering. His Excellency, I got into touch, in contact with this institute last couple of years. Incidentally, Dr. Abdul Hakim Azhari visited my state, my district, my place, and we met in a Jummah Namaz. You see, Jummah Namaz is meant for people's gathering, salah, salam, dua, and that gathering not only meant for prayers, but to think for the community, for the progress, for the spirituality, religion, and for the mankind. That Jummah we met. I have constructed a mosque, Allah's Ghar, house, and a madrasa. His Excellency is very well aware about the community and its presence and its functionings in Maharashtra, which is totality in difference in all sense, what you have in Kerala and what we are in Maharashtra and what we are in Uttar Pradesh and other states. Kerala, thanks to Sheikh Abu Bakr Sahab and all his colleagues, that he has given a direction, a sense, education, worldly education, religious educations. The same leadership we lack in Maharashtra and we lack all around the country. And I was in trace of some institutions which can come and operate, give us guidelines, suggestions, and train people and community. It was the wish of Allah that Abdul Hakim Azhari came on Friday, and after Jummah Namaz we met. I thank Allah Ta'ala that what I thought and what I was searching for was given to me on Jummah, after Jummah Namaz. After that, when I visited here for the Milad conference, and when I saw the gathering, the discipline, the system, it is exactly what Allah Ta'ala has mentioned in Quran and Hadith and Rasulullah has taught us. It is impossible and impossible to find such an institute and such a leadership in the country who is 100% dedicated 24 hours, 365 days. The person thinks about the community. Sheikh Abu Bakr Sahab, just now I told Dr. Abdul Hakim Azhari Sahab that you have started in a small way in Maharashtra, in Mira Road, in my constituency. It is Allah's wish that from next year we are going to start in a big way, and we will see that Markaz gets a big piece of land where we can start school, madrasa, engineering college and other things like that. We pray to Allah that Allah Ta'ala gives Sheikh Abu Bakr Sahab a long life, a healthy long life, to him, to his son, to his all colleagues, to all those people who are engaged in this humanitarian job, religious job, spiritual job, worldly education work. His Excellency, it is also a wish of God that you hail from Kerala and you have been appointed governor of Maharashtra. You had been coming to the institute, you had been very helpful to the institute. And now I tell you that this is a wish of God that you carry this work, help people in Maharashtra through Markaz, and that is the reason that you are here again. And that is the reason, incidentally, I am also here again. This is also a wish of God, Allah. To think on the community, to think for the humanity. This is a Ijtima. This is an annual gathering, but it's an Ijtima, where
religious, and this is what is Islam, which teaches humanity and which teaches to serve the humanity across all creed, caste, religion and country. I pray to Allah, and especially to the Muslims which are lacking behind in religious and worldly education and other matters. I hope this work will continue and Allah Ta'ala gives all of us that spirit to keep ourselves engaged in the zikr and do this job and continue this job. I once again take this opportunity to thank every one of you. Khuda Hafiz. ബഹുമാന്യരായ അതിഥികൾ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മർകസ് സഖാഫത്ത് സുന്നിയ 33-ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന മർകസ് സയൻസ് സെൻ്ററിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇപ്പോഴിവിടെ നടന്നത്. ഈ 3 ദിവസത്തെ സമ്മേളനത്തിൽ ഏറ്റവും മുഖ്യാതിഥിയായി വളരെ നേരത്തെ നാം പ്രതീക്ഷയോടെ കാത്തിരുന്ന ബഹുമാന്യരായ ഹിസ് എക്സലൻസി മഹാരാഷ്ട്ര ഗവർണർ ശ്രീ ശങ്കര നാരായണൻ ജി വളരെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ എത്തിച്ചേർന്ന മറ്റെല്ലാ നേതാക്കൾക്കും അതിഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തി ഈ പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു. മഹത്തായ ഇന്ത്യ രാജ്യത്തിൻ്റെ, അവിഭക്ത ഇന്ത്യ രാജ്യത്തിൻ്റെ വിഭജനത്തിന് ഉത്തരവാദികൾ മുസ്ലിമീങ്ങളാണ് എന്ന ആരോപണം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതുപോലെ ഇസ്ലാമിക് ടെററിസം എന്ന ഒരു പുതിയ സമസ്യ തന്നെ പറഞ്ഞുണ്ടാക്കുകയും മുസ്ലിമീങ്ങൾ മൊത്തം ഭീകരവാദികളാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ട് മീഡിയകളിലൂടെ തൽപരാക്ഷികൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മറ്റൊരു ഭീഷണി നമ്മുടെ മുൻപിൽ നിലനിൽക്കുകയാണ്. അതുപോലെ ഇസ്ലാമികമായ പരമ്പരാഗതമായ ആചാരങ്ങളും എടുത്തുമാറ്റാനും ശ്രമം നടത്തിയപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശപ്രകാരം പരമ്പരാഗതമായി നിലനിൽക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ അതേ ശൈലിയും അതേ വിശ്വാസവും കർമ്മ അനുഷ്ഠാനങ്ങളും ഇവിടെ നിലനിർത്താൻ വേണ്ടി ഉലമാക്കൾ ഇവിടെ അനിവാര്യമാണ് എന്ന് മർക്കസ് കണ്ടെത്തുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായി ശരീഅത്ത് കോളേജ് അന്നു മുതൽ ഇന്നുവരെ നിലനിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله سيدنا محمد وآله وصحبه أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയ മുഅ്മിനീങ്ങളെ, എനിക്ക് വയസ്സും കുറേ അങ്ങെത്തി ആരോഗ്യമില്ലാത്ത അവസരത്തിൽ ഞാൻ സംസാരിക്കാൻ തന്നെ എനിക്ക് സാധ്യമല്ല. എങ്കിലും നിങ്ങൾ ഒറ്റൊന്ന് മനസ്സിലാക്കണം, ലോകത്ത്
ശരിയായ ദീന് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്തായി അഹ്ലുസുന്നത്തി വൽ ജമാഅ? സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ. അതാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നടപടി, സഹാബത്താകുന്ന ജമാഅത്ത്. അവരാരാ? റളിയല്ലാഹു തആല അൻഹും വറളു അൻഹു. അല്ലാഹു അവരെ തൊട്ടും അല്ലാഹനെ തൊട്ടും അവരെ തൊട്ടും അല്ലാഹു തൃപ്തിപ്പെട്ട കക്ഷികൾ. അവരെ ഇവിടെ ഹക്കിൻ്റെ അഹലുകാരുള്ളൂ. അല്ലാത്തതൊക്കെ എന്ത് കോലം പറഞ്ഞാലും അതൊക്കെയും ബാക്കിലാകും. അതൊന്നും സ്ഥലത്തെത്തുകയില്ല. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ തീരെ ആരോഗ്യമില്ല, പറയവും മതിയായി, ക്ഷീണവുമാണ്. അതുകൊണ്ട് ഇവരെല്ലാം പറയുന്നത്, പ്രത്യേകിച്ച് AP ഒക്കെ നല്ലോണം സംസാരിക്കും. അതുപോലെ അവിടെ എത്രയോ ആലിമീങ്ങൾ സംസാരിക്കാനുണ്ട്. അവരെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ശരിയായ ദീന് സുന്നത്ത് ജമാഅത്താണ്. അതായത് സുന്നത്ത് റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ. റസൂലിന്റെ നടപടി, സഹാബത്താകുന്ന ജമാഅത്ത്. ഏതെങ്കിലും ജമാഅത്തല്ല. അതിൽ നമ്മൾ അടിയുറച്ച് നിന്നുകൊള്ളണം. അല്ലെങ്കിൽ നമ്മളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് രണ്ടു വീട്ടിലും അല്ലാഹു നമ്മളെ പരിപൂർണ വിജയങ്ങളാലാക്കട്ടെ. അതിന് അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. سماحة الشيخ أبو بكر أحمد، الضيوف الكرام والحضور الكريم، السلام عليكم ورحمة الله وبركاته. يقول سيدنا رسول الله صلى الله عليه وآله وسلم: من لم يشكر الناس لا يشكر الله. وعملا بسنته الشريفة الكريمة، فإنني في بداية حديثي وقد من الله سبحانه وتعالى وحده بالحضور من بلاد بعيدة في المسافة قريبة من القلوب، أتقدم بالشكر لهذه الجامعة السنية السنية، وبالشكر إلى حكومة هذه الولاية، وأدعو لها أن يجعل الله بركته فيها، وإلى حكومة الهند التي يسرت لي هذه الزيارة حتى ألتقي بالأحبة بكم في هذا المكان الشريف. في القرآن كما يقول الأصوليون نحو 300 آية تتكلم في كل الفقه من أوله إلى آخره. وفي الحديث لما جمع الإمام ابن حجر العسقلاني الشافعي كتابه الماتع بلوغ المرام من أدلة الأحكام لم يزد بأي حال عن 2000 حديث. ഹദീസുകളുടെ കൂട്ടത്തിൽ 2000 ഹദീസ് മാത്രം പൂർത്തീകരിച്ച് ക്രോഡീകരിച്ചപ്പോൾ ഷാഫിഈ പണ്ഡിതനും മുഹദ്ദിസുമായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ബുലൂഗുൽ മറാമിൽ 2000 ഹദീസുകൾ കൊണ്ട് മാത്രം കർമ്മശാസ്ത്രം മുഴുവനായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു.
فنسبة آيات القرآن التي تتعلق بالشريعة كلها وبالفقه كله 300 بالنسبة ل6236 آية هي عدد آيات رواية حفص عن عاصم. ونسبة الأحاديث نسبة 2000 إلى نحو 60,000 حديث. وبقية القرآن وبقية الحديث يعني أكثر من 95% في الأخلاق المرتبطة بالعقيدة. അതേപ്രകാരം വിശുദ്ധ ഖുർആനിൽ 6200 ചില്ലാനം ആയത്തുകളിൽ നിന്ന് കേവലം 300 ആയത്തുകൾ മാത്രമാണ് കർമ്മശാസ്ത്ര വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത്. 6000 ചില്ലാനം ആയത്തുകളിൽ നിന്ന് 300 ആയത്തും 60,000 ഹദീസുകളിൽ നിന്ന് 2000 ഹദീസിന്റെയും ശതമാനം പരിശോധിച്ചാൽ കർമ്മശാസ്ത്രത്തിനു വേണ്ടി എത്ര ഭാഗമാണ് ചെലവാക്കിയത്? ബാക്കി വരുന്ന ഭാഗം മുഴുവനും മനുഷ്യന്റെ സ്വഭാവം, അവന്റെ ജീവിതത്തിലെ പെരുമാറ്റവും അവന്റെ ഡീലിംഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപഗ്രഥിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. استمروا في عمارة الأرض وفي التعايش السلمي بين البشر وكونوا سفراء لسيدنا النبي صلى الله عليه وسلم. حببوا الناس في الدين ولا تكونوا حجابا بين الخالق سبحانه وتعالى وخلقه. تمسكوا بالأخلاق المحمدية فصبر جميل والله المستعان على ما تصفون. ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക, ഏറ്റവും നല്ല സ്വഭാവ പ്രചാരണത്തിലൂടെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രചാരകരായി നിങ്ങൾ മാറുക. അള്ളാഹുവിന്റെയും സൃഷ്ടികൾക്കുമിടയിൽ മറയിടുന്ന രൂപത്തിൽ നിങ്ങളൊരുത്തരും മതത്തെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. മതത്തിന്റെ സത്തയും മഹത്വവും ലോകത്തിന് പ്രകടമാക്കി കൊടുക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ സ്വഭാവവും ജീവിത ചുറ്റുപാടുകളും നിങ്ങളുടെ വ്യവഹാരങ്ങളും നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളുമായി തീരണം. അതിലൂടെ മാത്രമേ സത്യദീനിന്റെ യഥാർത്ഥ പ്രബോധനം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. أذكركم بتلك المعادلة التي تمت بين كليات هذه الجامعة الكريمة وبين الأزهر الشريف وأقول لكم مصر بلد الأزهر الشريف تفتح يدها وقلبها وعقلها وروحها لكم. അസ്ഹറുമായി ഇന്ത്യയിൽ മുആദല ലഭിച്ച സ്ഥാപനം എന്ന നിലക്ക് ആ കാര്യം ഓർമ്മിക്കുന്നതോടൊപ്പം നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. ഈജിപ്തും അസ്ഹർ ഷരീഫും അതിന്റെ ഹൃദയവും കൈകളും അതിന്റെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അതിന്റെ മുഴുവൻ വാതായനങ്ങളും ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്ഥാപനത്തിനു വേണ്ടി, വിജ്ഞാന പ്രചാരണത്തിനു വേണ്ടി എല്ലാവിധ വാതായനങ്ങളും തുറന്നു വയ്ക്കുന്നു എന്ന സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. الله أكبر. فمرحبا بكم لإكمال دراستكم وإتقان لغتكم والاستمرار في العلم الذي لا يعرف النهاية. وقل رب زدني علما وفوق كل ذي علم عليم. فاسلكوا طريق العلم مع المحبرة إلى المقبرة ومن المهد إلى اللحد. فإن شرف العلم فوق كل شرف ومن ذاق عرف ومن عرف اغترف. അതുകൊണ്ട് തന്നെ പഠനത്തിൽ മികവ് കാട്ടുന്നതിനും ഗവേഷണപരമായ അന്വേഷണപരമായ പഠനങ്ങൾ നടത്തുന്നതിനും അറ്റമില്ലാത്ത വിജ്ഞാന സമ്പാദനത്തിൽ നിരന്തരമായി മുഴുകാനും ജന്മം മുതൽ മരണം വരെയുള്ള ആ പഠനത്തിന്റെ അറ്റമില്ലാത്ത സമയം അത് നിരന്തരമായി ഉപയോഗപ്പെടുത്തി കൂടുതൽ കൂടുതലായി അറിവ് നേടാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്നും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ففي هذا اليوم تتجدد الفرحة بتخريج دفعات جديدة منكم.
وفي هذه المناسبة أذكركم أبناء الطلاب بالمنهج الوسطي الأزهري الذي تعلمتموه، الذي لا إفراط فيه ولا تفريط، الذي يعلي من شأن القيم والأخلاق اتباعا لسيدنا رسول الله صلى الله عليه وسلم. فأنتم لا تكيلون بمكيالين، فالكذب كذب على المسلم وغير المسلم، والخيانة خيانة على المسلم وغير المسلم. وقيسوا على هذا جميع الأخلاق، فستجدون أن الأوامر الأخلاقية الإسلامية لا تتجزأ. فالرفق وبر الجار حق مطلق بعيد عن أي حقوق أخرى. قيسوا على هذا تعيشوا سعداء. يا إخواني، لقد ابتلينا في هذا الزمن بالمتطرفين والإرهابيين الذين لا يمكن أن ينسبوا إلى أي دين. ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട ഡോക്ടർ അലി ജുമുഅ അവർകൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് നിരീക്ഷിച്ചത് കാരണം ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഒരു സമ്മാനം നൽകി ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അലാൻ സൗഫ നഷ്ഹദ് അയ്യുഹൽ മലായീനു മിനൻ നാസ് ലിഹദസിൻ താരീഖി ഇൻഷാ അല്ലാഹ് ഫസമാഹത്തുൽ മുഫ്തി അല്ലാമ ദക്തൂർ അലി ജുമുഅ സൗഫ യഖൂം ബിതക്രീം ഫളീലത്തി الشيخ أبو بكر على هذه الخدمات الطيبة التي لا نظير لها بتقديم هدية نفيسة إلى فضيلتي. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، والله أكبر، الله أكبر ولله الحمد. بسم الله الرحمن الرحيم. الحمد لله حافظ الأذهان من الخطأ في الفكر واللسان، رفع به ووضع، أعطى به ومنع، فهو وسيلة الحياة وطريق الوصول إلى النجاة. وأشهد أن لا إله إلا الله وحده لا شريك له ولا رب سواه، وأشهد أن سيدنا ومولانا محمد عبده ورسوله المرشد والهادي والمعلم القائل طلب العلم فريضة على كل مسلم ومسلمة. فإنه يسرني എന്നെ സന്തോഷിപ്പിക്കുകയാണ് أن أعلن باسم سيد الوالد سماحة الإمام محمد الخزرجي رضي الله عنه എന്റെ വന്യരായ പിതാവ് സമാഹത്തുൽ ഇമാം മുഹമ്മദുൽ ഖസ്റജി റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുകയാണ്. وباسم الأنصار في العالم അതുപോലെ അൽ അൻസാർ ഫിൽ ആലം, ലോകത്ത് അൻസാരികളുടെ പേരും അൻസാർ എന്ന സംഘടനയുടെ പേരും പറയുന്നതും ഞാൻ സന്തോഷത്തോടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. وباسم مجلس أمناء الخزانة الخزرجية للآثار النبوية الشريفة, അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഖസാനത്തുൽ ഖസ്റജിയ എന്ന ആ മഹത്തായ സംരംഭത്തിന്റെ ആ ബോർഡിന്റെ അതിന്റെ നേതാവും പ്രസിഡന്റുമാണെന്ന നിലക്കും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. نقل أمانتي وحفظي وصوني وخدمتي, അതെ, അമാനത്ത് സൂക്ഷിപ്പിന്റെയും അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിന്റെയും സേവനത്തിന്റെയും കാര്യം ഞാൻ നീക്കിവെക്കുകയാണ്.
شعرة نبوية طاهرة من الذات النبوية الشريفة. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന ഏറ്റവും സംശുദ്ധമായ മഹത്തായ പവിത്രമായ അവിടുത്തെ പുണ്യ കേശം മുടി إلى فضيلة الشيخ العالم أبو بكر بن أحمد مسليار. الله أكبر الله أكبر الله أكبر. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടികളിൽ നിന്ന് ഞങ്ങളുടെ ആധാറുകളിൽ ഞങ്ങൾ സൂക്ഷിച്ചു വരുന്ന മുടി മഹാനായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് അവറുകളിലേക്ക് ഞാൻ അതിന്റെ സൂക്ഷിപ്പ് ഇപ്പോൾ നീക്കിക്കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. تدعيما منا لموقفه وشكرا على ما يبذله من أجل نشر العلم وخدمة الإسلام الحنيف. പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനവും വിജ്ഞാനത്തിന്റെ പ്രചരണവും അതിനുവേണ്ടി അദ്ദേഹം ചിലവഴിച്ച സമയങ്ങളും സന്ദർഭങ്ങളും പ്രയാസങ്ങളും അതിനെല്ലാം നന്ദിയായി അവിടുന്ന് കാണിച്ച ഈ ദീനീ സേവനത്തിന്റെ വക ആദരവായി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഞാൻ ഇതാ ഷെയ്ഖ് അബൂബക്കറിന് കൈമാറാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു تكريما له واختصاص من سيدي مولاي ورسول الله صلى الله عليه وآله وصحبه وسلم. ഇത് ഷെയ്ഖ് അബൂബക്കർ അവറുകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയിലുള്ള ഒരാദരവായിട്ടാണ് ഞാൻ ഇത് നീക്കം ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. وسيتفضل الشريف الشيخ سيدي محمد قاضي بقراءة السند الشريف. والسلام عليكم ورحمة الله تعالى وبركاته. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. നിശബ്ദരായിരിക്കണം. സഹോദരന്മാരെ, ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഇവിടെയുള്ള മുടിയുടെ സനദ് ഇവിടെ അച്ചടിച്ചു വെച്ചതാണെങ്കിലും ആ സനദ് ടെലിഫോണിൽ പറഞ്ഞു കൊടുക്കാത്തതിനാൽ ആർക്കെല്ലാമോ ക്ഷോഭമുണ്ടായതായി അറിഞ്ഞിരുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ മനസ്സ് നന്നാക്കി തരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെ ആദരിക്കാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നഖീബൻ മിൻ ഖബായിൽ അൻസാർ റളിയല്ലാഹു തആല അൻഹും വഅൻ ذرياتهم أجمعين وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المسليار أمانة وصيانة وخدمة أثر عظيم لسيد الأنبياء والمرسلين
من الآثار التي شرفني الله عز وجل بانتقالها إلي بأسانيدها الصحيحة المتواترة المتصلة إلى الحضرة الطاهرة النبوية صلوات ربي وسلامه عليه وعلى آله وصحبه وسلم. وصفته شعرة شريفة من شعر الرأس الشريف بصفة دائمة بأمر من رسول الله صلى الله عليه وسلم ليعم النفع به على المسلمين والبركة على المؤمنين بموجب عقد انتقال الأمانة الموثق وذلك بتاريخ الخارج. ഉസ്താദ് അവരുകൾ ഒപ്പുവെക്കുകയാണ്. شرفت المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. الله أكبر الله أكبر الله أكبر لا إله إلا الله على حبيبك للخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول العادد الحميم هو الحبيب الذي ترجى شفاعته لكل هول من الأقوال مقتحم هو الحبيب الذي ترجى شفاعته لكل هول من الأقوال مقتحم. الحمد لله حمدا كثيرا طيبا مباركا والصلاة والسلام على سيد الوجود سيدنا وهادينا ومنجينا وشفيعنا سيد الخلق محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين.
أيها الضيوف الكرام، أيها العلماء، أيها الإخوة، هذا من فضل رب العالمين الذي أنعم الله علي وعلى جميع المسلمين وعلى جميع الناس في هذا المكان وفي هذه البلاد. الحمد لله حمدا كثيرا، نحمدك يا الله على هذه النعمة الكبرى، ونشكرك يا الله على هذا الفضل الجليل. لا أستطيع أن أشكر وأحمد الله سبحانه على هذه النعمة، ولست أهلا لذلك حقيقة، ولكن أظن إن هذا الفضل الكريم حصل لي ببركة دعاء الوالدين وببركة أدعية الأساتذة والأفاضل والصالحين من الأولياء والصالحين. والحمد لله رب العالمين. أنا استلمت هذه الأمانة من سماحة الشيخ الدكتور أحمد بن محمد بن حسن الخزرجي حفظه الله. هذه الأمانة إن شاء الله سأحفظ هذه الأمانة إلى موتي، إلى أن نتوفى. ندعو الله لنا أن نتوفى على الإيمان الكامل بشرف الحبيب മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ ആലിമീങ്ങളും മഹത്തുക്കളും പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാനിവിടെ പ്രസംഗിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം, ശരീരം കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തിരിക്കുന്നു. ലഅംറുക, അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ശരീരം കൊണ്ട്, അവിടുത്തെ നഫ്സ് കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. അല്ലാഹു സത്യം ചെയ്ത ആ ശരീരം അവിടുത്തെ ശഅർ മുബാറക്ക് ആയാലും അവിടുത്തെ മറ്റ് അവയവങ്ങളായാലും അവിടുത്തെ ശരീരം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത വസ്തു ആണ് എന്ന കാരണം കൊണ്ട് തന്നെ വളരെ അധികം മുബാറക്കായ വസ്തു ആണെന്നതിൽ സംശയമില്ല. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി ثم الحمد لله سبحان الله وبحمده سبحان الله العظيم أستغفر الله. ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാഹുവിനെ സ്തുതിക്കാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിൻ്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മർക്കസിൽ അങ്ങനെ ഉള്ള ഒരു ശഅർ മുബാറക്ക് നമുക്ക് സാദാത്തുക്കളിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ സനദ് എൻ്റെ കൈവശം ഉണ്ട്, ഇവിടെ വെച്ചിട്ടും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഔസ് ഖസ്റജ്, രണ്ട് ഗോത്രം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടത്തെ സഹായിച്ച കൂട്ടരിൽ ഖസ്റജ്, അൽ അൻസാർ, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ വബുഗ്ളുൽ അൻസാരി കുഫ്റുൻ. അൻസാറുകളോട് ദേഷ്യം പിടിക്കൽ,
അത് കുഫ്റാണ്. ഹുബ്ബുൽ അൻസാരി ഈമാൻ, അത് ഈമാനാണ്. അങ്ങനെയുള്ള അൻസാർ والذين نصروا الحبيب محمدا صلى الله عليه وسلم عندما وصل إلى المدينة المنورة മദീന മുനവ്വറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ അവിടെ സഹായിച്ച ആ കുടുംബത്തിൽ ഖസ്റജി കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, ഉസ്താദുമാർ, ഷെയ്ഖുമാർ, അങ്ങനെ അതാ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. സനദ് മുത്തസിലായ ഇന്നമദ്ദീൻ ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ്, ദീനുൽ ഇസ്ലാം സനദ് കൊണ്ടാണ്. നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനദ് കൊടുക്കുന്നത്, അവർ പഠിച്ചതിലുള്ള സനദ് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. അങ്ങനെ ആ മഹത്തായ സനദ് സഹിതം ഇന്ന് നമ്മുടെ മർക്കസു സഖാഫത്തി സുന്നിയയിലേക്ക് ഈ ഷറഫാക്കപ്പെട്ട ഷെയർ മുബാറക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ സൂക്ഷിക്കുകയും എൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ പിൻഗാമികൾ ഖിയാമത്തുൽ നാൾ വരെ ഈ സ്ഥലത്ത് അതിൻ്റെ ബഹുമാനത്തോടുകൂടി അതിനെ സൂക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കസ് സഖാഫത്തി സുന്നിയെ സംബന്ധിച്ച് ഞാനിപ്പോഴൊന്നും പറയുന്നില്ല. 50,000-ഓളം വിദ്യാർത്ഥികളെ നമുക്കിവിടുന്ന് പുറത്ത് വിടാൻ സാധിച്ചിട്ടുണ്ട്, പഠിച്ച വിദ്യാർത്ഥികളെ. അതിൽ 8,000, 10,000 യതീം മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 7,000-ലധികം പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് മർക്കസ്. ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത് മത, ഭൗതിക, സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസത്തിലൂടെ വളരുന്ന സ്ഥാപനമാണിവിടെ. ഇവിടെ മതപരമായ അറിവ്, ധാർമ്മിക ബോധം ഇല്ല എങ്കിൽ സമുദായം മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ഇന്ന് നാം കാണുന്നത് എവിടെ നോക്കിയാലും അതാ മാന്യം, സാമ്പത്തിക മാന്യം എന്ന് പറയുന്നു. എന്താണതിന് കാരണം? പലിശ. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. സദഖയെ അല്ലാഹു തആല വളർത്തും, പലിശയെ അല്ലാഹു തആല നശിപ്പിക്കും. അങ്ങനെ പലിശയുടെ ഏറ്റവും വലിയ ആപത്താണ് ഇന്ന് ലോകത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ ആപൽഘട്ടമെന്ന് നാം മനസ്സിലാക്കണം. അതിലുപരി നിങ്ങൾ നോക്കൂ, ഇന്ന് എത്രയാണ് കള്ള് കുടിച്ചു തീർക്കുന്നത്. കള്ള് കുടിക്കുന്നതിന് മത്സരമാണ്. എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് മഹല്ലത്തിലാണ്, ഏത് നാട്ടിലാണ് അധികം കള്ള് കുടിച്ച മെമ്പർമാരുള്ളത് എന്ന് മത്സരിക്കുന്നത് പോലെയല്ലേ നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റുകളോട്, കേരള ഗവൺമെന്റിനോടും മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോടും എല്ലാ ഗവൺമെന്റുകളോടും ഞങ്ങൾക്ക് പ്രധാനമായി ഈ സമ്മേളനത്തിന്റെ ഒരു പ്രമേയമായി പറയാനുള്ളത്, ധാർമ്മിക ബോധം വളർത്തുന്ന ആളുകൾക്ക് നിങ്ങൾ കൂടുതൽ സ്ഥാപനങ്ങൾ അനുവദിക്കണം, അവർക്ക് നിങ്ങൾ കൂടുതൽ സഹായിക്കണം. ഞാൻ പറയുന്നു, ഈ മർക്കസ് പോലെയുള്ള ധാർമ്മിക സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഏത് ആഭ്യന്തര വകുപ്പുണ്ടായിട്ടും സമാധാനമുണ്ടാകുമായിരുന്നില്ല. ഈ സമാധാനമുണ്ടായത് ഇവിടുത്തെ ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ധാർമ്മിക ബോധമുള്ള ആളുകളെ വളർത്തിയെടുക്കണം. അതുപോലെ അതിന് സ്കൂളുകളും അതിന് സ്ഥാപനങ്ങളും അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ ഗവൺമെന്റുകളാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഏത് കാലത്തുള്ള ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, കള്ള് വിറ്റഴിയുന്നതിൻ്റെ പേരിൽ ഒരുപാട് പണം കിട്ടുമെന്ന് കണ്ട് ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ കിട്ടുന്ന പണത്തിന്റെ 10 ഇരട്ടി ഇവിടെ
കള്ളു കുടിച്ചതുകൊണ്ട് മരണപ്പെടുകയും രോഗികളാവുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം അവർ മറക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ കള്ള് നിർമാർജനം ചെയ്യണം, ഇവിടുന്ന് കള്ളുകൂടി നിർത്തൽ ചെയ്യണം. അതിനുള്ള ഓർഡർ ഗവൺമെന്റുകൾ ഇറക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എവിടെ നോക്കിയാലും ഉദ്യോഗസ്ഥന്മാരെയാണ് അഴിമതിയുടെ പേരിൽ, അക്രമത്തിന്റെ പേരിൽ, വഞ്ചനയുടെ പേരിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണുന്നില്ലേ? അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഭീകരത വെച്ചുകെട്ടി മുസ്ലിം സമുദായത്തെ ഭീകരരാക്കി ചിത്രീകരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അന്വേഷണത്തിന് വന്നപ്പോൾ എവിടെയെല്ലാം അന്വേഷിച്ചുവോ അവിടെ മുഴുവനും മുസ്ലിം സമുദായമല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞിട്ടില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് മുസ്ലിം സമുദായം ഒരിക്കലും ഇവിടെ ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല, അക്രമികളല്ല. മുസ്ലിം സമുദായം ഇവിടെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളുടെ സ്ഥാപനം, ഈ ജനലക്ഷങ്ങൾ, ഞാൻ അങ്ങേയറ്റം വേദനിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വയസ്സന്മാരും ആലിമീങ്ങളടക്കം എത്രയോ ആളുകൾ ഈ റോട്ടിൽ ഉണ്ട്. 8 കിലോമീറ്റർ ദൂരം വടക്കും തെക്കും അങ്ങനെ 5, 10, 16 കിലോമീറ്റർ നിറയെ ജനങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ജനങ്ങൾക്ക് കടന്നുകൂടാൻ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കാൻ സാധിക്കാത്തതിൽ നമുക്ക് വ്യസനമുണ്ട്. ഇൻഷാ അല്ലാഹ് മർക്കസിന്റെ നോളേജ് സിറ്റിക്ക് വേണ്ടി നമ്മൾ വിലക്കെടുത്തിട്ടുള്ള 250, 350 ഏക്കർ സ്ഥലം പൂർണ്ണമായി നമ്മുടെ കയ്യിലെത്തിയിട്ടില്ല. പണമില്ലാത്തത് കൊണ്ട് മുഴുവനും കൊണ്ട് തീർന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് നാം പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 10 ലക്ഷം ജനങ്ങളോ 20 ലക്ഷം ജനങ്ങളോ ചേർന്നാൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മൈതാനം അതിലുണ്ടാകും, അടുത്തു തന്നെ ഉണ്ടാകും. നിങ്ങൾ ദുആ ചെയ്യൂ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഈ സ്ഥാപനം നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം അല്ലാഹ്. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ അല്പം പിന്നീട് സംസാരിക്കാം. ഈ മഹത്തായ നിഅമത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ തിരുകേശം ഈ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി ലഭിച്ചത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് സമ്മതം കൊടുത്തതിൻ്റെ ശേഷമാണ് എന്ന് പറഞ്ഞുവല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ 10 കൊല്ലത്തോളമായി ഡോക്ടർ അഹമ്മദ് ഹസ്രതിയോട് അവിടത്തെ ആ തിരുകേശത്തിൽ നിന്ന് ഒരു കഷ്ണം തരണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം തന്നു, നിനക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതനുസരിച്ചാണ് തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, ഖുദ് ബിഅയ്ദീനാ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ولمت سنة من أحيا الظلام إلى أن استقد قدماه الضر من برمي. യാതൊരു സുന്നത്തും ചെയ്യാത്ത, യാതൊരു കാര്യങ്ങളും ചെയ്യാത്ത ആളുകളാണ് നാം. എങ്കിലും ഹബീബായ റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിലുണ്ട്. ആ മഹബ്ബത്ത് കൊണ്ടാണ് നാം ഇത് ലഭിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് കാത്തു സൂക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്